ചെയ്യാൻ പോകുന്നത് മാങ്ങാക്കറിയാണ്. മാങ്ങാക്കറിക്ക് നമ്മൾ കുറച്ച് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉലുവയും കടുകും എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു ചെറിയ സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കാം. നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ മാങ്ങ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി നല്ലതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കാതെ അത് വേവിച്ചെടുക്കാം. മാങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. ഇതിനകത്തേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടി അത് പിഴിഞ്ഞെടുത്തത് അതിൻ്റെ 2ാം പാല് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് അതിലെ ആദ്യത്തെ പാല് ഒഴിച്ച് നമുക്ക് ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റുള്ള മാങ്ങാക്കറിയാണ്.